മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് എനർജിയാണ്. അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആയി തീരുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയുക, പോസിറ്റീവായിട്ടിരിക്കുക. ഏസ് ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ് നമുക്ക് വന്നിരിക്കുന്നത്. മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് 7 ഓഫ് ഷോർട്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് 5 ഓഫ് ഷോർട്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. ഈ രണ്ട് കാർഡും സൂചിപ്പിക്കുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഏതൊക്കെയോ തരത്തിൽ ആൾ നിങ്ങളെ പറ്റിച്ചു പോയ ഒരു വ്യക്തിയുടെ എനർജിയാണ്. നിങ്ങളെ കബളിപ്പിച്ച് കടന്നു കളഞ്ഞ ഒരു വ്യക്തിയുടെ എനർജിയാണ്. നിങ്ങളടുത്ത് പല കള്ളങ്ങളും പറഞ്ഞ് ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും തന്ത്രപരമായിട്ട് ഒരു നീക്കം ചെയ്ത ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ നിങ്ങളടുത്ത് പല എന്തൊക്കെയോ എന്താ പറയുക, ആൾ പറയുന്നതൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാവാം. ആൾ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടായിരിക്കാം നിങ്ങളുടെ അടുത്ത് പോകുന്നത്. നിങ്ങൾ അത് അങ്ങനെയാണ്, നിങ്ങൾ ഒരു സമയത്ത് അങ്ങനെ പോയ വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ മുമ്പിൽ ആൾ അവതരിപ്പിക്കുന്നതെല്ലാം നല്ലതായിരിക്കാം, പക്ഷെ അതൊക്കെ കള്ളമാണ്. പക്ഷെ നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടാവാം, നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പം പല കള്ളത്തരങ്ങളും ചെയ്ത് അല്ലെങ്കിൽ കള്ളങ്ങളും പറഞ്ഞ് നിങ്ങളെ കബളിപ്പിച്ച ഒരു വ്യക്തിയുടെ എനർജി, അങ്ങനെ നിങ്ങളിൽ നിന്നും പതുക്കെ ആൾ മൂവ് ഓൺ ചെയ്തു. അപ്പോൾ നിങ്ങളടുത്ത് ചില സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ നിൻ്റെ അടുത്ത് തിരിച്ചു വരും, നീ എന്നും എൻ്റേതാണ് എന്നൊക്കെ നിങ്ങളടുത്ത് സോഫ്റ്റായിട്ട് സംസാരിച്ച് പിന്നീട് നിങ്ങളെ പറ്റിച്ചു പോയൊരു വ്യക്തിയായിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ ഒരു വ്യക്തി പറഞ്ഞ് നിങ്ങളിൽ നിന്ന് ഒരു ബ്രേക്കപ്പ് നടന്നിട്ടുണ്ട് ഇവിടെ. പക്ഷെ ആ ബ്രേക്കപ്പ് നടന്നത് ഈ ഒരു വ്യക്തി മാക്സിമം നിങ്ങളെ സീക്രട്സ് ആയിട്ട്, അതായത് മനസ്സിൽ ഒരു ഉദ്ദേശം വെച്ചാണ് ആൾ നിങ്ങളിൽ നിന്നും മുങ്ങിക്കളയുന്നത്. നിങ്ങളെ ഈ ഒരു വ്യക്തിക്ക് തീർത്തും നിങ്ങളെ വേണ്ടെന്ന് വെക്കാൻ ഈ വ്യക്തിക്ക് പറ്റില്ല. അപ്പോൾ നിങ്ങളെ ശരിക്കും നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പിന്നെ ഈ ഒരു വ്യക്തിയെടുത്ത് നിങ്ങൾ നിൽക്കില്ല എന്നുള്ള ഒരു ബോധ്യ വ്യക്തിക്കുണ്ട്. അപ്പോൾ കള്ളങ്ങൾ പറഞ്ഞിട്ടാണ് ആൾ നിങ്ങളിൽ നിന്നും മുങ്ങിക്കളഞ്ഞതെന്നാണ് കാണുന്നത്. ഇവിടെ ഏസ് ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ് നമുക്ക് വന്നിരിക്കുന്ന ആളുടെ സിറ്റുവേഷനിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവണം, ഒരു കമ്മ്യൂണിക്കേഷന് സാധ്യത കാണുന്നുണ്ട്. ആൾക്കിപ്പോൾ നിങ്ങളെ വീണ്ടും കണക്റ്റ് ആവാനാണ് ആൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചെത്താനുള്ള ഒരു ശ്രമം, അതിനു വേണ്ടിയുള്ള ഒരു ആക്ഷനാണ് ഈ ഒരു വ്യക്തി എടുത്തിരിക്കുന്നതെന്നാണ് കാണുന്നത്. പക്ഷേ നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് ആൾക്കൊരു ഭയം കാണുന്നുണ്ട് കേട്ടോ. ചില സാഹചര്യത്തിൽ തേർഡ് പാർട്ടിയെ ഭയക്കുന്നതാവാം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ആയിരിക്കും അത് ഭയക്കുന്നത്. കാരണം ഈ വ്യക്തി എവിടെയാണോ നിങ്ങളെ പറ്റിച്ചു പോയത് ആ ഒരു സ്ഥലത്ത് നിന്നും ആ ഒരു വ്യക്തി അനുഭവിക്കുന്നത് വലിയൊരു കടുത്ത വേദനയാണ്. പലരുടെയും ഈ ഒരു വ്യക്തിക്ക് തേർഡ് പാർട്ടിയുടെ മാത്രമല്ല, മൊത്തം ആളുടെ സാഹചര്യം വളരെ മോശമാണ്. കുത്തുവാക്കുകളാൽ ഒക്കെ എന്തുമാത്രം ഈ വ്യക്തി വേദനിപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ ഇരട്ടി വേദനയാണ് അയാൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന്. അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെയാണെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി അവരെ അത്രയും വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥ. അപ്പം നിങ്ങളെ പറ്റിക്കുന്നത് പോലെ തന്നെ തേർഡ് പാർട്ടി ഈ ഒരു വ്യക്തിനെ പറ്റിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടായ അതിനേക്കാൾ ഇരട്ടി വേദനയാണ് ഇപ്പോൾ ഈ ഒരു വ്യക്തി സഹിക്കുന്നത്. അപ്പോഴാണ് അവർക്ക് നിങ്ങളുടെ വില മനസ്സിലാകുന്നത്. അപ്പം അതുകൊണ്ടായിരിക്കാം അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു ഭയം. കാരണം നിങ്ങൾ വീണ്ടും ഈ വ്യക്തിയെ സ്വീകരിക്കുമോ എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി ഈ സമയം തന്നെ അവർ നിങ്ങളിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റീഡിങ് ആർക്കാണോ കണക്റ്റ് ആവുന്നത്, നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരുന്നുണ്ട്. കാരണം അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല. കാരണം ഒരേ ഒരു ആശ്രയം എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾക്കിടയിൽ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ആൾക്കറിയാം ഇതൊരു വലിയൊരു വഴക്കിലേക്ക് ഇത് വീണ്ടും വരും എന്നുള്ള കാര്യം. കാരണം ഇത് നിങ്ങളിലേക്ക് വരുന്നത് മാത്രമല്ല, ഇവിടെ തേർഡ് പാർട്ടിയിൽ നിന്നും ഈ ഒരു വ്യക്തിക്ക്
നല്ല ഫൈറ്റ് ഇപ്പം തന്നെ വേണ്ടി വരും ആൾക്ക് നിങ്ങളിലേക്ക് തിരിച്ചെത്താനും. ഈ തേർഡ് പാർട്ടി അത്രയധികം ആളെ തളർത്തി കളയുന്നുണ്ട്. പക്ഷേ ഈ തേർഡ് പാർട്ടിയുടെ ഒരു തരം ഇതുമുണ്ട് കാണുന്നുണ്ട്. കാരണം നിങ്ങളിലേക്ക് തിരിച്ചെത്തണം എന്നുള്ള ആ ഒരു ഇതാണ് ആൾക്കുള്ളത്. പക്ഷേ ഈ ഒരു സമയത്ത് മറ്റുള്ളവരുടെ ഇടപെടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ നല്ലൊരു ശ്രമം നടത്താം. കാരണം നല്ല തടസ്സമുണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് തന്നെ. ഈ ഒരു സമയത്ത് അവരുടെ മനസ്സിൽ ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് തരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് ഇപ്പോൾ ആൾ നിൽക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, അതായത് ആൾക്ക് നിങ്ങളെ വേണം എന്നാൽ തീർത്തും നിങ്ങളിലേക്ക് നിൽക്കാൻ ഈ വ്യക്തിക്ക് സാധിക്കില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് ആളിപ്പോൾ നിങ്ങളിലേക്ക് വരുന്നത്. പക്ഷെ അതിൻ്റെ ഭയമാണ് ആൾക്കുള്ളത്. കാരണം നിങ്ങൾ ഇവിടെ സ്വീകരിച്ചില്ലെങ്കിലും ആൾക്ക് തീർത്തും ഇവിടെ എന്താ പറയുക, പൂർണ്ണമായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളെ വേണം. പക്ഷേ ഈ തേർഡ് പാർട്ടി കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആൾക്ക് ഇത് കണ്ടോ, ഇടപെടലും കാര്യങ്ങളും തടസ്സങ്ങളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുക്ക് ആളുടെ മനസ്സിന് അത്രയും പറ്റുന്നില്ല നിങ്ങളെ വിട്ട് കളയാനോ അല്ലെങ്കിൽ നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാനോ ഒട്ടും പറ്റുന്നില്ല. കാരണം ഇവിടെ നിങ്ങളെ വിട്ട് കളഞ്ഞതിന് ശേഷമാണ് ഈ തേർഡ് പാർട്ടിയിൽ നിന്നും ഒരുപാട് വേദനകൾ ഈ വ്യക്തി അനുഭവിച്ചു തന്നെ. അപ്പോൾ നിങ്ങളെ ആൾക്ക് മനസ്സിലായി നിങ്ങളെ ഒരു സമയത്ത് വേദനിപ്പിച്ചത് ആൾക്ക് തിരിച്ചടിയായിട്ട് വന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതും. പക്ഷെ പൂർണ്ണമായിട്ടല്ല കേട്ടോ. അതായത് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഒരു വ്യക്തി തീർത്തും തേർഡ് പാർട്ടി ഒഴിവാക്കിയിട്ടാണ് നിങ്ങളിലേക്ക് വരുന്നത്. അല്ല, ആൾക്കൊരു ഹീലിങ്ങിന് വേണ്ടിയാണ്. ആൾക്ക് നിങ്ങളെ മറക്കാൻ പറ്റാത്തത് കൊണ്ട് ആൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ എൻ്റെ ആയതിനു ശേഷം അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റ് ആയതിനു ശേഷം അല്ലെങ്കിൽ തീർത്തും ഈ ഒരു വ്യക്തി ഒരുപാട് വേദനിക്കുന്നു, അല്ലെങ്കിൽ ഒരു മരവിച്ചൊരവസ്ഥ നേരിട്ടിട്ടുണ്ടെന്നാണ് കാണുന്നത്. അതുകൊണ്ട് ആക്ഷൻ എടുത്തു അവർ കേട്ടോ. നിങ്ങളിൽ തിരിച്ചെത്താനുള്ള ആക്ഷൻ എടുത്തു കഴിഞ്ഞു എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷെ മനസ്സിനകത്തുള്ള ആ ഒരു സീക്രറ്റ്സ് ഒളിപ്പിച്ച് വെച്ചായിരിക്കും അവർ നിങ്ങളിലേക്ക് വരുന്നത്. ആ തേർഡ് പാർട്ടി കണക്ഷൻ ഒളിപ്പിച്ച് വെച്ചായിരിക്കും നിങ്ങളിലേക്ക് വരുന്നത്. അതിനു വേണ്ടിയുള്ള എല്ലാ ആസൂത്രണങ്ങളും അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇല്ലാതെ ഈ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. കാരണം അവിടെ നിങ്ങളുടെ വില ശരിക്കും ഈ വ്യക്തിക്ക് അറിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ആൾ നിങ്ങളിലേക്ക് വരുന്നത്. ഇവിടെ ഉണ്ടോ, നിങ്ങളുമായിട്ടുള്ള ഒരു റിയൂണിയൻ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്ത്. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ തന്നെ മാരേജ് കഴിക്കാനാണ് അവർ പ്ലാൻ ചെയ്യുന്നതും അത് തന്നെയാണ്. കാരണം അവരുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളെ നേടിയെടുക്കണം, അതാണ് അവരുടെ ഉദ്ദേശം കേട്ടോ. ഇപ്പോഴത്തെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് മനസ്സമാധാനമില്ല, ഉറക്കമില്ല, വീണ്ടും അലട്ടുന്നത്. കാരണം അവർക്ക് നിങ്ങളുമൊത്തുള്ള ഒരു ഹാപ്പി ഫാമിലി വേണമെന്ന് ആൾ ആഗ്രഹിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ളവരുടെ ഇടപെടലും ചില സാഹചര്യത്തിൽ ഫാമിലി ആയിരിക്കാം. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ മനസ്സ് മാറ്റുന്ന വേറെയും ചിലരുണ്ട് കേട്ടോ. ഈ വ്യക്തി ഇങ്ങനെ ആക്കിയതിൽ അല്ലെങ്കിൽ ഈ വ്യക്തി ഇപ്പോൾ ഒരു തേർഡ് പാർട്ടിയിലേക്ക് പോകാൻ കാരണം മറ്റു ചിലരുടെ ഇതാണ്, കുത്തിത്തിരിപ്പ് കാരണമാണ്. നിങ്ങളെ ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവാം, നിങ്ങളെ ശകാരിക്കുന്നുണ്ടാവാം. ഇതൊക്കെ ചെയ്യാനുള്ള ശ്രമം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വേറൊരു വ്യക്തിയാണ് കാരണം. അവരാണ് കൂടുതൽ നിങ്ങളുടെ വ്യക്തിയെ വഴി തെറ്റിച്ചതും അവർ തന്നെയാണെന്നാണ് കാണുന്നത്. അതാണ് നിങ്ങളെ തന്ത്രപരമായിട്ട് ഈ ഒരു വ്യക്തി ഒഴിവാക്കി കളഞ്ഞതും. അല്ലെങ്കിൽ ഒഴിവാക്കിയെന്ന് ഉദ്ദേശിക്കുന്നത് ആൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിലും പല കള്ളങ്ങളും പറഞ്ഞായിരിക്കും നിങ്ങളിൽ നിന്നും പതുക്കെ നീങ്ങുന്നത്. പക്ഷേ നീങ്ങുന്ന സമയത്ത് ചില സാഹചര്യത്തിൽ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, നിങ്ങളടുത്ത് വഴക്കുണ്ടാക്കി പതുക്കെ നീങ്ങുന്നതായിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ കള്ളങ്ങൾ പറഞ്ഞ് നിങ്ങളടുത്ത് നീങ്ങുന്നതായിരിക്കും ഈ വ്യക്തി തേർഡ് പാർട്ടിയിലേക്ക്. പക്ഷേ അങ്ങോട്ട് പോയതിന് ശേഷം വ്യക്തിക്ക് മനസ്സിലായി നിങ്ങളാണ് ശരി അല്ലെങ്കിൽ നിങ്ങളാണ് വലുത്. പക്ഷേ ഒരിക്കലും ഈ വ്യക്തിയെ പൂർണ്ണമായിട്ട് ഈ തേർഡ് പാർട്ടിയെ ഈ വ്യക്തിക്ക് ഒഴിവാക്കാനും സാധിക്കുന്നില്ല. കാരണം അവിടെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടല്ല ആൾ നിങ്ങളിലേക്ക് വരുന്നത്. ഒരിക്കലും നിങ്ങളടുത്ത് ഇത് പറയാനും ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ സീക്രറ്റ്സ് എപ്പോഴും മനസ്സിനകത്ത് ഒളിപ്പിച്ച് വെക്കും എന്നാണ് കാണുന്നത്. പക്ഷെ നിങ്ങളെ വേണം. ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ വ്യക്തിക്ക് കുത്തിത്തിരിപ്പി ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആളുടെ മനസ്സിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ശരിയായൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് ആൾക്ക് നിങ്ങളുടെ കണക്ഷനാണ് ആൾ സ്ഥാനം തരുന്നത് ഇപ്പോൾ നിലവിൽ. കാരണം നിങ്ങളുടെ കണക്ഷനാണ് ആൾക്ക് ഇപ്പോൾ വലുത്, അത് തന്നെയാണ് കാണുന്നത്. ഈ ഒരു ബന്ധത്തിനെ ഒഴിവാക്കാണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു മൈൻഡിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത്. കാരണം ഇവിടെ ജഡ്ജ്മെൻ്റ് കാർഡാണ് മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ വിധിപ്രകാരം ആൾ നിങ്ങളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ ആർക്കൊക്കെ ഇത് കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട്.
ടൈലറിങ്, ഗൾഫ് രാജ്യം, ബ്ലൂ കളർ, മിറാക്കിൾ സംഭവിക്കും. ഓ ആണ് വന്നിരിക്കുന്നത്. മാരേജ്, റിയൂണിയൻ, മാർച്ച് മാസം, കാർത്തിക, ഭരണി നക്ഷത്രം, യു ആണ്, ലെറ്റർ യു, ഫെബ്രുവരി, ജനുവരി, ഒക്ടോബർ, ലെറ്റർ ജെ ആണ് വന്നിരിക്കുന്നത്. ഉത്രാടം, ഉത്രം നക്ഷത്രം, പാലക്കാട്, പത്തനംതിട്ട, ലെറ്റർ വി ആണ് വന്നിരിക്കുന്നത്. മൂലം നക്ഷത്രം, എച്ച് ആണ് വന്നിരിക്കുന്നത്, ലെറ്റർ എച്ച്. പൂരുരുട്ടാതി, എഫ്, ലെറ്റർ എഫ്, ലെറ്റർ എൻ, ലെറ്റർ ബി ആണ് വന്നിരിക്കുന്നത്. പൂയം നക്ഷത്രം, 21, 35, 38, 9, 27, പർപ്പിൾ കളറാണ്. ഇതൊക്കെയാണ് അപ്പോൾ ക്ലൂസായിട്ട് നമുക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വ്യക്തിയിൽ നിന്നും കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു റീഡിങ്ങിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യൂ. താങ്ക്